ഈശോയുടെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുകയാണ്. നോക്കിയാൽ 50 നാളുകൾ കഴിയുമ്പോൾ ഉത്ഥാനത്തിന് ശേഷം 50-ാം ദിവസം ഈശോ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യപ്പെട്ടതിൻ്റെ തിരുനാൾ. ശിഷ്യന്മാരെ ബലപ്പെടുത്തിക്കൊണ്ടാണ് അവൻ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യപ്പെടുന്നത്. ഈശോയുടെ അനുഗ്രഹവും സാന്നിധ്യവും ശിഷ്യന്മാർക്ക് വലിയൊരു താങ്ങും തണലുമായിരുന്നു. പിന്നീട് ഈശോ അവരുടെ കൂടെയില്ല എന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലാക്കത്തക്ക വിധം അവൻ അവരെ ബലപ്പെടുത്തുന്നുണ്ട്, അനുഗ്രഹിക്കുന്നുണ്ട്. അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവൻ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യപ്പെടുന്നത്. സ്നേഹമുള്ളവർ, ഇന്ന് 2024 ഈ മെയ് മാസത്തിൽ SSLC റിസൾട്ടുകൾ പ്രഖ്യാപിക്കപ്പെടുന്ന ദിവസമാണ്. നമ്മുടെ SSLC എഴുതിയിരിക്കുന്ന കുട്ടികളെയൊക്കെ ബലപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഒരുപാട് ടെൻഷൻ അടിച്ചിരിക്കുന്ന അവസരങ്ങളിൽ പ്രിയപ്പെട്ട മാതാപിതാക്കൾ കുറേയും കൂടി കരുണയോടുകൂടെ അവരുടെ അടുത്ത് സഹവർത്തിത്വത്തോടുകൂടി പ്രവർത്തിക്കണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. കുട്ടികളെക്കാൾ കൂടുതലായിട്ട് ആകാംക്ഷയും ജിജ്ഞാസയും ഒക്കെ മാതാപിതാക്കൾക്കുണ്ട്. ഈ മാതാപിതാക്കളുടെ ചില തിടുക്കങ്ങളൊക്കെ കുട്ടികളെ ഒരുപാട് സങ്കടത്തിലേക്കും ഡിപ്രഷനിലേക്കൊക്കെ നയിക്കാൻ സാധ്യതയുണ്ട്. ഒന്നും ഇതോടുകൂടി അവസാനിക്കുന്നില്ല എന്നുള്ള ഓർമ്മപ്പെടുത്തൽ വീണ്ടും ചേർത്ത് വയ്ക്കുമ്പോൾ ഈ സ്വർഗാരോപണ തിരുനാളിൻ്റെ ഈ ആഘോഷങ്ങൾ ജീവിതത്തിൽ ഒരു പ്രതീക്ഷ നൽകുകയാണ്. സ്വർഗത്തിൽ നമ്മെ സ്നേഹിക്കുന്ന ഒരു ഈശോയുണ്ട്. നമുക്ക് വേണ്ടി മുറിവുകൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ഈശോയുണ്ട്. സ്നേഹത്തിൻ്റെ അടയാളം എന്ന് പറയുന്നത് മുറിവുകളാണ്. നീ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നതിൻ്റെ തെളിവ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഏറ്റെടുക്കുന്ന മുറിവുകളല്ലേ. ആനയെ ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങളെല്ലാവരും? നമുക്കറിയാം, ആന കരയിലെ ഏറ്റവും വലിയ മൃഗമാണെന്നറിയാം. അതിൻ്റെ ശരീരത്തിലൊക്കെ പല മുറിപ്പാടുകളുണ്ടാവും. ആനയെ ഇണക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ മറ്റു പല സമയങ്ങളിലൊക്കെ അപകടം പറ്റിയ മുറിവുകൾ. എന്തുകൊണ്ട് ആനയുടെ ശരീരത്തിൽ മുറിവുണങ്ങാനായിട്ട് താമസിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മറ്റൊന്നുമല്ല, ഇത്ര വലിയ ആനയ്ക്ക് അത്രത്തോളം വലിയ ഹൃദയം ആനയ്ക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെ ആനയുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തം പമ്പ് ചെയ്തെത്തിക്കാനുള്ള സംവിധാനവും കപ്പാസിറ്റിയും ആ ഹൃദയത്തിനില്ല. അതുകൊണ്ട് ഈ ത്വക്ക് തുടങ്ങിയ മേഖലകളിലേക്കൊക്കെ രക്തം പമ്പ് ചെയ്യെത്തുന്ന പ്രവണതകളൊക്കെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ആനയുടെ ശരീരത്തിൽ വരുന്ന പെട്ടെന്ന് മുറിവ് കൂടാനായിട്ട് പ്രയാസമാണ്. അങ്ങനെ ആ മുറിവുകളൊക്കെ ചിലപ്പോൾ ഒരുപാട് വലിയ മുറിവുകളായി മാറി ആനയുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകാവുന്ന ഒരു അവസ്ഥ ആനയ്ക്കുണ്ട്. നോക്കിയാൽ മുറിവുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഉത്തിതനിലേക്ക് നമ്മൾ കണ്ണുകൾ ഉയർത്തുമ്പോൾ അവൻ നമ്മെ സ്നേഹിച്ചതിൻ്റെ അടയാളം ആ ശരീരത്തിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈശോ ശിഷ്യന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോഴൊക്കെ അവൻ്റെ മുറിപ്പാടുകൾ കാണിച്ചു കൊടുക്കുന്നത്. ആ മുറിവിൻ്റെ ആഴം നോക്കിക്കൊണ്ട് ആ സ്നേഹത്തെ, ഈശോയുടെ സ്നേഹത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈശോയുടെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുമ്പോൾ സ്നേഹമുള്ളവരെ, സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ജീവിക്കാൻ, സ്വർഗം നമ്മുടെ ഒരു കോൺഫിഡൻസ് ആക്കി ജീവിക്കാനായിട്ട് സാധിക്കട്ടെ. സ്വർഗത്തിൽ ഈശോയുണ്ടെന്നുള്ളൊരു ബോധ്യത്തോടു കൂടെ മുന്നേറാൻ സാധിക്കട്ടെ. അങ്ങനെ സ്വർഗം ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കാൻ, ഈ ലോകത്തിലേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി മറന്നുകൊണ്ട് ഈശോയെ സ്വന്തമാക്കി ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.